ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, നാളെയാണ് നല്ലൊരു പ്രഭാഷണം എന്റെ വെച്ചിരിക്കുന്നത്. 3:15 മുതൽ 4:15 വരെ ഉദ്ധവ ദൂതാണ്. കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ശരി സാറേ, ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാണെന്നുള്ളത്. നാളെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 മുതൽ 4:15 വരെ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. കേൾക്കാമല്ലോ. ശരി സാർ. നമ്മൾ 35 വരെയാണോ 37 വരെയാണോ എടുത്തത്? 37 സാർ. 37. ഇനി 38 ശ്രീശുക ഉവാച തുടങ്ങാം അല്ലേ? ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിതാം താ ഊചിരുദ്ധവം പ്രീതാഃ തത്സന്ദേശാഗതസ്മൃതീഃ. ഏവം ഇപ്രകാരം പ്രിയതമാദിഷ്ടം തങ്ങളുടെ പ്രിയതമനായ ശ്രീകൃഷ്ണ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത്, ആദേശിക്കപ്പെട്ടത്, പ്രിയതമാദിഷ്ടം ആകർണ്യ കേട്ടിട്ട്, വ്രജയോഷിത ഗോപസ്ത്രീമാർ, വ്രജയോഷിത്തുകൾ. വ്രജം ഗോകുലമാണ്, യോഷിത്തുകൾ സ്ത്രീകളാണ്. വ്രജയോഷിത്തുകള് ഗോപസ്ത്രീമാരാണ്. ഏവം പ്രിയതമ ആദിഷ്ടം ആകർണ്യ വ്രജയോഷിത, ഇപ്രകാരം തങ്ങളുടെ പ്രിയതമനായ ഭഗവാനാൽ ആദേശിക്കപ്പെട്ടത് കേട്ടിട്ട് ആ വ്രജസ്ത്രീകൾ, താഹ അവൽമാർ, ഊജുഹു ഉദ്ധവം, ഉദ്ധവം ഊജു, ഉദ്ധവനോട് പറഞ്ഞു. താഹ ഊജുരുദ്ധവം, ഉദ്ധവം ഊജുഹു, ഉദ്ധവനോട് പറഞ്ഞു. പ്രീതാഹ, പ്രീതകളായിട്ട്, തത് സന്ദേശ ആഗത സ്മൃതിഹി, ആ ഭഗവാന്റെ സന്ദേശം കൊണ്ട് ആഗതമായ സ്മൃതിയോടുകൂടിയവരായിട്ട്, ഓർമ്മയുണ്ടായവരായിട്ട്, പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളവരായി തീർന്നിട്ട്, തത് സന്ദേശ ആഗത സ്മൃതിഹി, ശ്രീകൃഷ്ണൻ തങ്ങളുടെ അടുക്ക തന്നെ ഇരിക്കുന്നു എന്ന് അവർക്ക് തോന്നി. ഭഗവാന്റെ വാക്കുകൾ ഉദ്ധവരിൽ കൂടി കേട്ടപ്പോൾ, ആ സന്ദേശം കേട്ടപ്പോൾ ഭഗവാൻ തൊട്ടടുക്ക കൂടെ തന്നെ ഇരിക്കുകയാണ്. തത് സന്ദേശം കൊണ്ട് ആഗത സ്മൃതി, സ്മൃതി ഉണ്ടായവരായിട്ട്, പഴയ ഓർമ്മകൾ ഉണ്ടായവരായിത്തീർന്ന ആ ഗോപസ്ത്രീകൾ ഉദ്ധവം ഊചുഹു, ഉദ്ധവനോട് പറഞ്ഞു. ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിത താ ഊചുരുദ്ധവം പ്രീതാഃ തത്സന്ദേശ ആഗത സ്മൃതീഃ. ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിത താ ഊചുരുദ്ധവം പ്രീതാഃ തത്സന്ദേശ ആഗത സ്മൃതീഃ. ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിത താ ഊചുരുദ്ധവം പ്രീതാഃ തത്സന്ദേശ ആഗത സ്മൃതീഃ. ഗോപ്യ ഊചുഹു, ഗോപസ്ത്രീമാർ ഉദ്ധവരോട് മറുപടി പറഞ്ഞാണ്. ഗോപ്യ ഊചുഹു, ഗോപസ്ത്രീമാർ പറഞ്ഞു. ദിഷ്ട്യാഹിതോ ഹതകംസോ യദൂനാം സാനുഗോഖകൃത് ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥേ കുശല്യാസ്ത്യുതോധുനാം. ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ട്, അഹിത, അഹിതൻ, ഹിതം പറയാത്തവൻ, ശത്രു എന്നർത്ഥം. അഹിത, ദിഷ്ട്യാ അഹിതോ, ഭാഗ്യം കൊണ്ട്, അഹിത കംസ ഹത, അഹിതനായ കംസൻ ഹതനായിരിക്കുന്നു. ശത്രുവായിരിക്കുന്ന കംസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ശത്രുവാണ് ഈ കംസനെന്ന് ഇവർക്ക് എത്രയോ കാലങ്ങളായിട്ട് അറിയാം. എന്തായാലും ഭഗവാൻ മധുരയിൽ പോയത് കൊണ്ട് ആ കംസനെ കൊന്നിരിക്കുന്നു, ആ കംസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതൊരു മഹാഭാഗ്യം. ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ട്, അഹിതോ കംസോ ഹത, അഹിതനായ കംസൻ ഹതനായിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. യദൂനാം സാനുഗോ അഖകൃത്, യദൂനാം, യദുക്കൾക്ക്, സാനുഗൻ, അനുഗാമികളോട് കൂടിയാണ് കംസൻ. കംസൻ മാത്രമല്ല, കംസന്റെ അനുചരന്മാരും എല്ലാവരും പോയി. കുറെ അനുചരന്മാരുണ്ടായിരുന്നു, അവരെല്ലാം
ഓരോന്നോരോന്നായിട്ട് ശ്രീകൃഷ്ണൻ തന്നെ പൂതന മുതൽ അവസാനം വന്ന കേശി വരെയുള്ള എല്ലാവരെയും ഭഗവാൻ നേരിട്ട് തന്നെ നിഗ്രഹിച്ചു. അഖകൃത്ത് പാപമുണ്ടാക്കുന്നവർ, ദുഃഖിപ്പിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ. യദുക്കൾക്ക് അഖകൃത്തായിരിക്കുന്ന കംസൻ, യാദവന്മാർക്ക് എപ്പോഴും വേദനയായിരുന്നു കംസൻ. കംസൻ എന്ന് കേൾക്കുന്ന യാദവന്മാർക്ക് എപ്പോഴും വേദന ഉണ്ടാക്കുന്നതാണ്. യാദവന്മാർക്ക് വേദനയുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, പാപമുണ്ടാക്കുന്ന അഖകൃത്തായ ആ കംസൻ സാനുഗനായി തങ്ങളുടെ അനുചരന്മാരോടൊപ്പം ദിഷ്ട്യാ ഹത, ഭാഗ്യം കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഗോപസ്ത്രീമാർ ആദ്യം പറയുന്നതാണ്, ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് എന്തായാലും ഇത് ഭാഗ്യമായിരിക്കുന്നു. കാരണം യാദവന്മാർക്ക് ഇനിയും ഭയമില്ലാണ്ടിരിക്കാം. അവരെ ഭയപ്പെടുത്തിയ ആളാണ് ഈ കംസൻ. ആ കംസൻ ഒറ്റയ്ക്കല്ല, അനുചരന്മാരോടൊപ്പം ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദിഷ്ട്യാ ആപ്തേർ ലബ്ധ സർവാർത്ഥൈ, ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട്, ആപ്തൈഹി, ആപ്തെന്താന്ന് വെച്ചാൽ ബന്ധുക്കളാണ്, ആപ്തൈഹി ബന്ധുക്കളോടൊപ്പം, ലബ്ധ സർവാർത്ഥൈഹി എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട്, ലബ്ധമായ സർവ അർത്ഥങ്ങളോടുകൂടി, ദിഷ്ട്യാ ആപ്തേർ ലബ്ധ സർവാർത്ഥൈ, കുശലീ ആസ്തേ അച്യുതോ അധുന, കുശല്യാസ്തേച്യുതോധുന. കുശലീ ആസ്തേ, കുശലിയായിട്ടിരിക്കുന്നുവല്ലോ, അച്യുത ശ്രീകൃഷ്ണൻ, അധുന ഇപ്പോൾ. ഭാഗ്യം കൊണ്ട് ബന്ധുക്കളോടുകൂടി പോയ കാര്യങ്ങളൊക്കെ സന്തോഷകരമായി സാധിപ്പിച്ചിട്ട്, ലബ്ധ സർവാർത്ഥൈ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട്, ഇപ്പോൾ ആ കൃഷ്ണൻ കുശലിയാണല്ലോ, സുഖമായിരിക്കുന്നുവല്ലോ. ഒരു കുശല പ്രശ്നം ഇപ്പോഴാണ് ചോദിക്കുന്നത്, ഇതുവരെ ചോദിച്ചില്ല, പരിഭവം മാത്രമായിരുന്നു. ഇപ്പോഴാണ് അവർ ചോദിക്കാൻ തുടങ്ങിയത്, ആ കൃഷ്ണൻ സുഖമാണല്ലോ, പോയ കാര്യം സാധിച്ചല്ലോ, ഭാഗ്യമായി. ഇപ്പോഴും ബന്ധുക്കളോടൊപ്പം സുഖമായി തന്നെ അവിടെ ഇരിക്കുന്നല്ലോ, കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട്. ദിഷ്ട്യാഹിതോ ഹത കംസോ യദൂനം സാനുഗോഖ, ദിഷ്ട്യാപ്തേർലബ്ധ സർവാർത്ഥൈ കുശല്യാസ്തേച്യുതോധുന. ദിഷ്ട്യാഹിതോ ഹത കംസോ യദൂനം സാനുഗോഖ, ദിഷ്ട്യാപ്തേർലബ്ധ സർവാർത്ഥൈ കുശല്യാസ്തേച്യുതോധുന. ദിഷ്ട്യാഹിതോ ഹത കംസോ യദൂനം സാനുഗോഖകൃത്, ദിഷ്ട്യാപ്തേർലബ്ധ സർവാർത്ഥൈ കുശല്യാസ്തേച്യുതോധുന. കച്ചിത് ഗദാഗ്രജ സൗമ്യാം കരോതി പുരയോഷിതാം, പ്രീതിന്ന സ്നിഗ്ധ സൗവ്രീഡ ആസോദാരേക്ഷണാർച്ചിത. കച്ചിത് ഗദാഗ്രജ, ഗദാഗ്രജൻ ശ്രീകൃഷ്ണൻ, ഗദാഗ്രജ ശ്രീകൃഷ്ണൻ, സൗമ്യ സംഭവം എന്താ വിളിച്ചാണ്, ഹേ സൗമ്യ, ഹേ സാധുവായിരിക്കുന്നു ഉദ്ധവ. ഗദാഗ്രജ പുരയോഷിതാം, പുരയോഷിത്തുകൾക്ക്, എങ്ങനെയുള്ള പുരയോഷിത്തുകൾക്ക്, സ്നിഗ്ധ സൗവ്രീഡ ഹാസോദാരേക്ഷണാർച്ചിത. എന്താ കരോതി ചെയ്യുന്നു, പരയോഷിതാം പരയോഷിത്തുകൾക്ക് പ്രീതിയെ ചെയ്യുന്നുവല്ലോ. കച്ചിത് അല്ലേ എന്ന് ചോദ്യമാണ്. കച്ചിത് അല്ലേ. ഗദാഗ്രജ, ഗദാഗ്രജനായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ പുരയോഷിത്തുകൾക്ക് പ്രീതി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, ആ പട്ടണത്തിലെ സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, കച്ചിത് ഉണ്ടല്ലോ. സ്നിഗ്ധ സവ്രീഡ ഹാസ ഉദാര ഇക്ഷണ അർച്ചിത, ഇത്രയും ചെയ്തിട്ട്
സ്നേഹം കൊണ്ട്, സ്നിഗ്ധം. സൗവ്രീഡം ലജ്ജയോടെ, ഹാസം പുഞ്ചിരി, ഉദാരേക്ഷണ അർച്ചിത ഉദാരമായ നോട്ടം കൊണ്ട് അർച്ചിക്കപ്പെട്ടവരായ ആ പുരയോഷിത്തുകൾ പ്രീതിം കരോതി കച്ചൻ പ്രീതിയെ ചെയ്യുന്നുവല്ലോ. ഉദ്ധവരോട് ചോദിക്കുകയാണ്, ഹേ സാധു, ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ഞങ്ങളുടേതായിരുന്നു. പക്ഷെ ഇപ്പോൾ മധുരയിലുള്ള പുരസ്ത്രീകൾക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, കടാക്ഷത്തോടെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ അവർക്ക് സന്തോഷത്തെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. നന്നായി. ഇത്രയും കാലം ഞങ്ങളുടെ കൃഷ്ണനായിരുന്നു പറയാം. നഹ ഗതാഗ്രജ, ഞങ്ങളുടെ ഗതാഗ്രജ. ഇപ്പൊ ഞങ്ങളുടേത് മാത്രമല്ല, ഇപ്പൊ മധുരാവാസികളുടെ കൂടിയായി. അപ്പൊ ഞങ്ങളോട് എങ്ങനെയൊക്കെയാണോ സ്നിഗ്ധമായും സബ്രീഡമായും ഹാസമായും ഉദാരമായ വീക്ഷണത്തോടെ ഞങ്ങളെ അർച്ചിച്ചത്, അതേപോലെ ആ പുരസ്ത്രീകളോടും ഭഗവാൻ അർച്ചിക്കുന്നില്ലേ? അവരെ നോക്കി അവരെ ആരാധിക്കുന്നില്ലേ? അവരുടെ ആരാധനകൾ സ്വീകരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഹേ സൗമ്യ നഹ ഗതാഗ്രജ സ്നിഗ്ധ സബ്രീഡ ഹാസോദാരീക്ഷണ അർച്ചിത പ്രയോഷിതാം പ്രീതിം കച്ചിത് കരോതി. ഹേ സൗമ്യ, ഞങ്ങളുടെ കൃഷ്ണൻ സ്നേഹത്തോടെയും ലജ്ജയോടെയുമുള്ള ഉദാരമായ നോട്ടം കൊണ്ട് അർച്ചിക്കപ്പെട്ടവനായിട്ട് ആ പുരസ്ത്രീകൾക്ക് പ്രീതിയെ ചെയ്യുന്നുവല്ലോ. കച്ചിത് അല്ലേ എന്ന് ചോദ്യമാണ്. അവർക്ക് പ്രീതി ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? അപ്പം ഇത്രയും കാലം ഞങ്ങളുടെ കൃഷ്ണ ആയിരുന്നു. പക്ഷെ ഇനി മുതൽ മധുര പട്ടണത്തിലെ യദുസ്ത്രീകൾക്ക് അവരുടെ ഭാഗ്യം കൊണ്ട് എങ്കിലും അവർ സന്തോഷിക്കട്ടെ. ഇനിയും കുറച്ചു കാലം അവിടെയാണ് നിൽക്കാൻ പോകുന്നുള്ള ഉറപ്പായി. ഞങ്ങളെ മറക്കാതിരുന്നാ മതി, അവരെയൊക്കെ സന്തോഷിപ്പിച്ചോട്ടെ. കാരണം ഞങ്ങളോട് കാണിച്ചതുപോലെയൊക്കെ തന്നെ അവിടുത്തെ മധുരാവാസികളായ സ്ത്രീകളോടും ഭഗവാൻ കാണിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ എന്ന് ഉദ്ധവരോട് ചോദിച്ചാണ്. കച്ചിത് ഗതാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം സ്നിഗ്ധ സബ്രീഡാം ഹാസോദാരേക്ഷണാർച്ചിതാം. കച്ചിത് ഗതാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം സ്നിഗ്ധ സബ്രീഡാ ഹാസോദാരേക്ഷണാർച്ചിതാം. കച്ചിത് ഗതാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം സ്നിഗ്ധ സബ്രീഡാ ഹാസോദാരേക്ഷണാർച്ചിതാം. കഥം രതി വിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യ വിഭ്രമേശ്ച അനുഭാജിതാം. കഥം എങ്ങനെയാണ് രതിവിശേഷജ്ഞ, രതിലീലകളുടെ വിശേഷം അറിയുന്നവനായ കൃഷ്ണൻ, രതിവിശേഷജ്ഞ പ്രിയശ്ച പ്രിയപ്പെട്ടവനുമായ കൃഷ്ണൻ വരയോഷിതാം ആ മധുരയിലെ ഉത്കൃഷ്ടകളായ സ്ത്രീകളുടെ ന അനുബധ്യേത അവരോട് ന അനുബധ്യേത അനുബന്ധിക്കപ്പെടുകയില്ല, ന അനുബധ്യേത അനുബന്ധിക്കപ്പെടുകയില്ല, തദ്വാക്യൈഹി വിഭ്രമൈഹി ച അനുഭാജിത അവരുടെ വാക്യങ്ങളാലും വിഭ്രമങ്ങളാലും പൂജിക്കപ്പെട്ടവനായ കൃഷ്ണൻ. തദ്വാക്യൈഹി വിഭ്രമൈഹി ച അനുഭാജിത, അനുഭാജിത ച പൂജിക്കപ്പെട്ടവൻ. അവരുടെ വാക്കുകളാലും അവരുടെ രതിവിശേഷത്തെ നന്നായി അറിയുന്നവനായ കൃഷ്ണൻ ആ മധുരാ നഗരത്തിലുള്ള പരമസുന്ദരികളായ അവരുടെ പ്രേമഭാജനമായി തീർന്നിരിക്കാം. അപ്പോൾ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുക, അവരുടെ വിലാസങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഈ വക പ്രവൃത്തികൾ കാണുമ്പോൾ അവർക്ക് വശംവദനാവാതിരിക്കില്ലല്ലോ ഈ കൃഷ്ണൻ.
എങ്ങനെ വശംവദനാവാതിരിക്കും? കഥം ന അനുബന്ധ്യത. അനുബന്ധിക്കില്ല എന്നല്ല, കഥം ന അനുബന്ധ്യത, എങ്ങനെ അനുബന്ധിക്കാതിരിക്കും? തീർച്ചയായിട്ടും അനുബദ്ധനായി തീരുക തന്നെ ചെയ്യും. കാരണം സ്ത്രീകളുടെ രതിവിശേഷങ്ങൾ നന്നായിട്ടറിയാം. ഞങ്ങൾക്കറിയാതെ, ഞങ്ങളുടെ കൂടെ അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ പ്രിയപ്പെട്ടവനുമാണ്. അതുകൊണ്ട് ആ വരയോഷിത്തുകൾക്ക് അവരുടെ വാക്യങ്ങളെ കൊണ്ട്, വിഭ്രമങ്ങളായ വാക്യങ്ങളെ കൊണ്ട് പൂജിക്കപ്പെട്ടവനായ കൃഷ്ണൻ അവരുടെ നല്ല സരസമായ വാണികൾ കൊണ്ട് കളഭാഷണങ്ങളൊക്കെ കേട്ട് അവരിൽ വശംവദനായിട്ട് ആ കൃഷ്ണൻ അവരാൽ അനുബന്ധിക്കപ്പെടുകയില്ലാതിരിക്കുവോ? അവർക്ക് വശംവദനായി തീർന്നിരിക്കുമല്ലോ ഈ കൃഷ്ണൻ. ഇനി മുതൽ കൃഷ്ണൻ ഞങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അവിടുത്തെ വരസ്ത്രീകൾക്കാണ്, ഉത്കൃഷ്ട സ്ത്രീകൾക്കാണ് അതിന് ഭാഗ്യമുള്ളത്. കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേതദ്വാക്യേർ വിഭ്രമേശ്ച അനുഭാജിതാം. കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേതദ്വാക്യേർ വിഭ്രമേശ്ച അനുഭാജിതാം. കഥം രതിവിശേഷജ്ഞ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേതദ്വാക്യേർ വിഭ്രമേശ്ച അനുഭാജിതാം. അപിസ്മരതി ന സാധോ ഗോവിന്ദ പ്രസ്തുതേ ക്വചിൽ ഗോഷ്ഠീ മധ്യേ വരസ്ത്രീണം ഗ്രാമ്യ സ്വൈരകഥാന്തരേ. അപിസ്മരതി ന, ഞങ്ങളെ ഓർമ്മിക്കുന്നുവോ? സാധോ എന്ന് ഉദ്ധവരെ വിളിച്ചതാണ്. അപിസ്മരതി നഹ, നഹ സ്മരതി അപി, ഞങ്ങളെ ഓർക്കുന്നുണ്ടാവൂ? ഇപ്പോൾ അവിടെ പട്ടണത്തിലെ നല്ല സുന്ദരികളായ സ്ത്രീകളുടെ നടുക്ക് അവരുടെ വിഭ്രമങ്ങളായ വാക്കുകളും അവരുടെ വശീകരിക്കുന്നതായ നോട്ടങ്ങളും ഒക്കെ ഇട്ട് അവരെ രസിപ്പിക്കാൻ നല്ല ചതുരനായ കൃഷ്ണൻ അവരുടെ കൂടെ അങ്ങനെ കളിച്ച് നടന്നോട്ടെ. പക്ഷെ അപ്പോൾ ഞങ്ങളെ ഓർക്കുന്നുണ്ടാവുമോ? അപിസ്മരതി ന സാധു ഗോവിന്ദ, ആ ഗോവിന്ദൻ പ്രസ്തുതേ ക്വചിത്, അവിടെ പ്രസ്തുതനായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്തുതത്തിൽ, ഒരു പ്രസംഗത്തിൽ ഞങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടാവുമോ? ഗോഷ്ഠീ മധ്യേ, സഭാമധ്യത്തിൽ. ഗോഷ്ഠി എന്ന് വെച്ചാൽ സഭയാണ്, മലയാളത്തിലെ ഗോഷ്ഠിയല്ല. ഗോഷ്ഠി എന്ന് വെച്ചാൽ സഭ. ഗോഷ്ഠീ മധ്യേ, സഭാമധ്യത്തിൽ വെച്ച് പുരസ്ത്രീണാം ഗോഷ്ഠീ മധ്യേ, ആ നാഗരിക പെൺകൊടിമാരുടെ നടുക്ക് വെച്ച്, പുരസ്ത്രീകളുടെ ഗോഷ്ഠീ മധ്യത്തിൽ വെച്ച് ഗ്രാമ്യാഹ, ഗ്രാമ്യകളായ പുരസ്ത്രീകളുടെ ഗോഷ്ഠീ മധ്യത്തിൽ വെച്ച് സ്വൈരകഥാന്തരെ, അവരുമായി സ്വൈരമായി കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും പ്രസംഗവശാൽ ഓർമ്മിക്കുന്നുണ്ടാവുമോ? കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ പേരൊക്കെ അവിടെ പറഞ്ഞത്? ഉദ്ധവരവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അനേകം പുരസ്ത്രീകളോടൊപ്പം രമിച്ചു ചിരിച്ചു കളിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരു പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സാധ്യതയില്ല, ഞങ്ങളെ എപ്പോഴേ മറന്നു. ഇതാണ് കൃഷ്ണന്റെ പ്രകൃതം എന്ന് ഞങ്ങൾക്ക് നന്നായി ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന ഒരൊറ്റ ചോദ്യം ചോദിക്കാറുണ്ട്. സത്യം പറയണം, സാധു എന്ന് വിളിച്ചതുകൊണ്ടാണ്. സാധുവായിരിക്കുന്നവനെ നീ സത്യം പറയൂ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പട്ടണത്തിലെ സ്ത്രീകൾ എല്ലാത്തിനും സമർത്ഥരാണ്. അവര് സംഘമായിട്ട് കൂടിച്ചേർന്ന് ഒത്തിരി നേരം പോക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ കൃഷ്ണനെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് കൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടാവും. കാരണം ഈ യോഗ്യതയുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട്. അവരുടെ മാഹാത്മ്യത്തെ ഒന്ന് പ്രസ്താവിച്ച് ചിരിക്കുന്ന നേരം പോക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് വാസ്തവത്തിൽ. അങ്ങനെയെങ്കിലും ആ കൂട്ടത്തിലെങ്കിലും വിദഗ്ധകളായ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആ സ്ത്രീകളുടെ ഇടയ്ക്ക് പറയുന്നുണ്ടാവോ? തമാശ പറയുന്ന കൂട്ടത്തിലോ? ബാക്കിയൊക്കെ മറന്നതാണ്. എങ്കിലും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ ഓ ഇങ്ങനെ ചില ഗോപസ്ത്രീകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു പണ്ട് എന്നെങ്കിലും ഒരിക്കലെങ്കിലും കൃഷ്ണൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപിസ്മരതി ന സാധു ഗോവിന്ദ പ്രസ്തുതയെക്കുറിച്ച് ഏതെങ്കിലും പ്രസ്തുതത്തിൽ, ഏതെങ്കിലും പ്രസംഗവശാൽ, സന്ദർഭവശാൽ, എവിടെ വെച്ചാണ്? ഗ്രാമ്യാഹ പുരസ്ത്രീണാം ഗോഷ്ഠി മധ്യേ സ്വൈരകഥാന്തരെ, ഗ്രാമ്യകളായ പുരസ്ത്രീകളുടെ മധ്യത്തിൽ ഏതെങ്കിലും സ്വൈരകഥാന്തരത്തിൽ വെച്ച് കൃഷ്ണൻ ഒരിക്കലെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞങ്ങളെ സ്മരിക്കുന്നുണ്ടാവോ?
अपि स्मरति नः साधो गोविन्दप्रस्तुते क्वचित् गोष्ठीमध्ये पुरस्त्रीणां ग्राम्यास्वैरकथान्तरे अपि स्मरति नः साधो गोविन्दप्रस्तुते क्वचित् गोष्ठीमध्ये पुरस्त्रीणां ग्राम्यास्वैरकथान्तरे अपि स्मरति नः साधो गोविन्दप्रस्तुते क्वचित् गोष्ठीमध्ये पुरस्त्रीणां ग्राम्यास्वैरकथान्तरे ताक्निशा स्मरति यासु तदापर्याभृवृन्दावने कुमुदकुन्दशङ्करम्ये रेमे गुणचरणनूपुररासगोष्ठ्याम् अस्माभिरीडितमनोज्ञकथः कदाचित् താഹ അവർ കിം എന്താണ് നിശാഹ നിശകളെ താഹ നിശാഹ ആ രാത്രികളെ സ്മരതി ഓർമ്മിക്കുന്നു യാസു യാതൊരുകളിൽ വെച്ച് തഥാ അപ്പോൾ പ്രിയാഭി പ്രിയകളാൽ വൃന്ദാവനത്തിൽ കുമുദ കുന്ദ ശശങ്കരമ്യേ വൃന്ദാവനെ കുമുദങ്ങളും കുന്തങ്ങളും ശശങ്കനും കൊണ്ട് രമ്യമായ ആമ്പൽപ്പൂക്കളും മുല്ലപ്പൂക്കളും പൂത്തു നിൽക്കുന്ന നല്ല ചന്ദ്രിക നിലാവ് നിറഞ്ഞു നിൽക്കുന്ന വൃന്ദാവനത്തിൽ കുമുദ കുന്ദ ശശാങ്ക രമ്യേ വൃന്ദാവനെ കുമുദം ആമ്പല് കുന്തം മുല്ല ശശാങ്കൻ ചന്ദ്രൻ ഇവരെ കൊണ്ട് രമ്യമായിരിക്കുന്ന വൃന്ദാവനത്തിൽ രേമേ ഞങ്ങളോട് രമിച്ചിരുന്നുവല്ലോ. എങ്ങനെ? കൊണച്ചരണ നൂപുര രാസ ഗോഷ്ഠ്യാം കൊണ ശബ്ദമുണ്ടാക്കുന്ന ചരണനൂപുരം കാലിൽ ധരിച്ചിരിക്കുന്ന നൂപുരങ്ങൾ രാസഗോഷ്ഠ്യാം അവയുടെ രസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭയിൽ രാസഗോഷ്ഠ്യാം അസ്മാഭിഹി ഈഡിതമനോജ്ഞകഥ അസ്മാഭിഹി ഞങ്ങളാൽ ഈഡിതം സ്തുതിക്കപ്പെട്ട മനോജ്ഞകഥ മനോഹരങ്ങളായ കഥകളോട് കൂടിയവനായി ഞങ്ങൾ വൃന്ദാവനത്തിൽ വെച്ച് സന്ധ്യ കഴിയുന്ന രാത്രിയുടെ ആദ്യയാമങ്ങളിൽ ശ്രീകൃഷ്ണനുമൊത്ത് യമുനയുടെ തീരത്ത് ആമ്പൽ പൂക്കുന്ന സമയത്ത് മുല്ലകൾ പൂത്തു നിൽക്കുന്ന സമയത്ത് നല്ല നിലാവുള്ള സമയത്ത് ആ വൃന്ദാവനത്തിൽ വെച്ച് നൂപുരങ്ങളൊക്കെ കിരുങ്ങി ശബ്ദമുണ്ടാക്കത്തക്ക മട്ടിൽ ആ ഗോപസ്ത്രീമാരുടെ നടുക്ക് അങ്ങ് ഭഗവാൻ ഞങ്ങളോടൊപ്പം രമിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭഗവാന്റെ ബാല്യകാലം മുതലുള്ള ലീലാകഥകൾ പാടിയിരുന്നു. അസ്മാഭിഹി ഈഡിത മനോജ്ഞകഥ അങ്ങനെയുള്ള കൃഷ്ണൻ കഥാചിത് ഒരിക്കലെങ്കിലും സ്മരതി ഞങ്ങളെ സ്മരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വൃന്ദാവനത്തിൽ എത്ര രാത്രികൾ ചിലവഴിച്ചു, മനോഹരമായ രാത്രികൾ. ഞങ്ങൾ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഗോഷ്ഠി സഭയിൽ വെച്ച് കൂട്ടത്തിൽ വെച്ച് ഞങ്ങളുടെ നടുക്ക് നൂപുരങ്ങളൊക്കെ കിരിങ്ങുമാറ് ഞങ്ങളോട് ചേർന്ന് നൃത്തം ചെയ്ത് ഞങ്ങളുടെ കഥകൾ കേട്ട് രസിച്ചവനായ കൃഷ്ണൻ ഒരിക്കലെങ്കിലും ഞങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമോ? വൃന്ദാവനേ കുമുദകുന്ദശങ്കരമ്യേ രേമേ ഗുണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകഥ കഥാചിൻ താക്യം നിശാ സ്മരതി യാസുതദാ പ്രിയാഭർ വൃന്ദാവനേ കുമുദകുന്ദശങ്കരമ്യേ രേമേ ഗുണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകഥ കഥാചിൻ താക്യം നിശാ സ്മരതി യാസുതദാ പ്രിയാഭർ വൃന്ദാവനേ കുമുദകുന്ദശങ്കരമ്യേ രേമേ ഗുണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകഥ കഥാചിത് അപ്യേഷ്യതീഹ ദാസാർഹസ്തപ്താ സുകൃതയാ ശുചാം
സഞ്ജീവയന്നു നോ ഗാത്രൈ യഥേന്ദ്രോ വനമംബുദൈ അപി ഏഷ്യതി ഇഹ അപ്യേഷ്യതീഹ അപി ഏഷ്യതി ഇഹ അപ്യേഷ്യതീഹ ദാശാർഹ ദാശാർഹൻ ശ്രീകൃഷ്ണൻ ദാസന്മാരിൽ വെച്ച് പൂജിക്കപ്പെടേണ്ടവൻ ദാശാർഹൻ തത്താഹ സന്തപ്തകളായ സ്വകൃതയ ശുച തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട ശോകത്താൽ സ്വകൃതയ ശുച തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട ശോകത്താൽ സ്വകൃതയ ശുച തപ്താഹ തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട ശോകം കൊണ്ട് തപിച്ചിരിക്കുന്നവരായ നോ ഞങ്ങളെ സഞ്ജീവയൻ സഞ്ജീവിപ്പിച്ചുകൊണ്ട് സഞ്ജീവയൻ മനോഹരമായി ഞങ്ങളെ ജീവിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഗാത്രൈഹി യഥാ ഇന്ദ്രോ വനം അംബുദ ഭഗവാന്റെ ശരീരം കൊണ്ട് ഗാത്രം കൊണ്ട് ഞങ്ങളെ സഞ്ജീവിപ്പിച്ചിരുന്നു. ഏതുപോലെ യഥാ ഇന്ദ്രോ വനം അംബുദി എപ്രകാരമാണോ ഇന്ദ്രൻ അംബുദങ്ങളെ കൊണ്ട് വനത്തെ സന്തോഷിപ്പിച്ചു. യഥേന്ദ്രോ വനം അംബുദൈ അംബുദം മേഘം അമ്പുവിനെ ദാനം ചെയ്യുന്നത് അംബുദം മേഘം അംബുദൈഹി മേഘങ്ങളെ കൊണ്ട് ഇന്ദ്രൻ വനം ഇവ ഇന്ദ്രൻ മേഘങ്ങളെ കൊണ്ട് വനത്തെ സന്തോഷിപ്പിക്കുന്നു. കാരണം വനത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ ആരുമില്ല. നാട്ടിൽ ചെടികൾക്കും മരങ്ങൾക്കും വെള്ളമൊഴിച്ചു കൊടുക്കാൻ ആൾക്കാര് മെനക്കെട്ട് കൂടെ നിൽക്കും. കാട്ടിലെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാൻ ആരുമില്ല. ഇന്ദ്രന്റെ കാരുണ്യം കൊണ്ട് മഴ പൊഴിക്കുമ്പോൾ മാത്രമാണ് അവരെ ജീവിച്ചു വരുന്നത്. ഇപ്പൊ ഞങ്ങള് കാട്ടുമരം പോലെയായി. ഞങ്ങളെ പരിരക്ഷിക്കാനോ ഞങ്ങളെ നോക്കാനോ ഒന്നും ഇപ്പൊ ആരുമില്ല. കൃഷ്ണൻ ഒട്ടുമില്ല. കൃഷ്ണനായിരുന്നു ഞങ്ങൾക്കൊന്നും. അങ്ങനെ ആ കൃഷ്ണൻ ഞങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ പിന്നെ ഞങ്ങളും ജീവിക്കുന്നു. കാട്ടിലെ മരങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളും ജീവിക്കുന്നു. ആയുസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. ബുദ്ധവരോട് പറയാണ്, കൃഷ്ണനോട് പറഞ്ഞേക്കുമെന്ന്. സഞ്ജീവയൻ ഗാത്രേഹി ഭഗവാന്റെ ഗാത്രങ്ങളെ കൊണ്ട് അവയവങ്ങളെ കൊണ്ട് ഞങ്ങളെ സഞ്ജീവിപ്പിച്ചവനാണ് ആ ദാർശാർഹനായ കൃഷ്ണൻ. ആ കൃഷ്ണൻ അഭി ഏഷ്യതി ഇഹ ഇവിടേക്ക് വരുമോ? ഏഷ്യതി വരും ഭാവികാലം. ഏതി എന്നുള്ള വർത്തമാനകാലത്തിന്റെ ഭാവികാലമാണ് ഏഷ്യതി. ഏതി എന്ന് വെച്ചാൽ വരുന്നു, ഏഷ്യതി വരും. അഭി ഏഷ്യതി വരുവോ? അഭി ഏഷ്യതി ഇഹ ദാസാർഹ ദാസാർഹനായ കൃഷ്ണൻ ഇവിടേക്ക് വരുവോ? അതോ ഇനി ഇല്ലേ തിരിച്ചിങ്ങോട്ട്? അപ്യേഷ്യതി ഇഹ ദാസാർഹ എങ്ങനെയുള്ള ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ? സ്വകൃതയാ ശുചാ തപ്താഹ സഞ്ജീവേ ഗാത്രേ സ്വന്തം ഞങ്ങളാൽ ചെയ്യപ്പെട്ട ദുഃഖത്തെ കൊണ്ട്, ഈ ദുഃഖം ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറയാം. ആരും ഞങ്ങൾക്ക് ദുഃഖം തന്നല്ല, ഞങ്ങൾ തന്നെ ദുഃഖത്തെ കണ്ടുപിടിച്ചുണ്ടാക്കി ഇവിടെ ദുഃഖിക്കാം. അങ്ങനെയുള്ള ഞങ്ങളെ ഭഗവാന്റെ ഗാത്രങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുവോ? ഏതുപോലെ വനങ്ങൾക്ക് മേഘം എന്നത്, വനങ്ങൾക്ക് മേഘം മഴ പൊഴിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളെയും ഭഗവാൻ എന്നെങ്കിലും ഒരിക്കലും അന്ന് സന്തോഷിപ്പിക്കാൻ വരുന്നുണ്ടാവോ? എന്നാണാവോ വരുവോ? ഒന്ന് പറയൂ ഉദ്ധവ. അതോ ഇനി ഇങ്ങോട്ടില്ലേ? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്യേഷ്യതി ഹദാസാർഹ തപ്താഹൃതയാശുചാം സഞ്ജീവയൻ മുനോഗാത്രൈ യഥേന്ദ്രോ വനമംബുദി അപ്യേഷ്യതി ഹദാസാർഹ തപ്താഹൃതയാശുചാ
സഞ്ജീവൻ നുനോഗേന്ദ്രോവനമംബുധൈ അപ്യേഷദീഹദാശാർഹസ്തത്താഫുകൃതയാശുചാം സഞ്ജീവൻ നുനോഗേന്ദ്രോവനമംബുധൈ കസ്മാത് കൃഷ്ണൈഹായാദിപ്രാപ്തരാജ്യോ ഹതാഹിത നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീത സർവസുഹൃദാം. ഓരോ ഗോപസ്ത്രീമാർ ഓരോന്ന് പറയുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരാൾ തന്നെ പറയുന്നതല്ല, ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കസ്മാത് കൃഷ്ണ ഇഹ ആയാതി. എന്തിനാണ് കൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത്? കസ്മാത് എന്ത് കാരണത്താൽ, ഇഹ ആയാതി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കസ്മാത് കൃഷ്ണ ഇഹ ആയാതി പ്രാപ്തരാജ്യോ. ഇപ്പൊ രാജ്യം കിട്ടിയില്ലേ, മധുരയിലെ രാജാവായിട്ട് വേണമെങ്കിൽ അവിടെ വാഴാം. പ്രാപ്തരാജ്യോ ഹത അഹിത, ശത്രുക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞു. ഹത അഹിത, അഹിതന്മാരെ ഹതന്മാരാക്കി, ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞു. ശത്രുക്കളെ നിഗ്രഹിച്ച് രാജ്യം കിട്ടിയിരിക്കുന്ന ആ കൃഷ്ണൻ ഇനി എന്തിനാ ഇങ്ങോട്ട് വരിക? ശത്രു നിഗ്രഹണമായി രാജ്യവും കിട്ടി. നരേന്ദ്രകന്യാഹ ഉദ്വാഹി, അവിടെയുള്ള രാജകുമാരിമാരെ വിവാഹവും കഴിച്ചു. നരേന്ദ്രകന്യാഹ, നരേന്ദ്രകന്യകമാരെ, രാജകന്യകമാരെ ഉദ്വാഹ്യ വിവാഹവും കഴിച്ചിട്ട് പ്രീത സന്തുഷ്ടനായിട്ട് സർവ സുഹൃത്തുക്ക, എല്ലാ സുഹൃത്തുക്കളാലും ചുറ്റപ്പെട്ടിരിക്കുന്നവനായ കൃഷ്ണൻ നീ എന്തിനാണാവോ ഇങ്ങോട്ട് വരിക? വരാൻ വഴിയില്ല. വേറൊരുത്തി പറഞ്ഞു, ഒരാൾ ചോദിച്ചു വരുമോ എന്നെങ്കിലും ഇങ്ങോട്ട്. അപ്പൊ മറ്റൊരു പറഞ്ഞു എന്തിനാ വരിക? വരില്ല. കാരണം അവിടെ എന്താണ്, രാജപദവിയുണ്ട്, രാജാവായിട്ട് വാഴാം, ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എന്താണ്, ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട്. അവിടെ കുറെ രാജകുമാരിമാർ ഇഷ്ടം പോലെ ആ മധുര രാജധാനിയിലുണ്ട്. അവരെയൊക്കെ വിവാഹവും കഴിച്ച് അങ്ങനെ സുഖമായി അവിടെ കഴിച്ചു കൂട്ടാൻ ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ട് വരികയൊന്നും ഉണ്ടാവില്ല. കസ്മാത് കൃഷ്ണൈഹായാതി പ്രാപ്തരാജ്യോ ഹതാഹിത നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീത സർവസുഹൃദാം. കസ്മാത് കൃഷ്ണൈഹായാതി പ്രാപ്തരാജ്യോ ഹതാഹിത നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീത സർവസുഹൃദാം. കസ്മാഭിർവനൗകോഭിഃ അന്യാഭിർവാ മഹാത്മനാം ശ്രീപതേരാപ്തകാമസ്യ പ്രിയേതാർത്ഥകൃതാത്മനാം. കിം അസ്മാഭിഃ വനൗകോഭിഃ അന്യാഭിഃ വാ മഹാത്മന. കിം എന്താണ്, എന്തിനാണ്, അസ്മാഭിഃ ഞങ്ങളെ കൊണ്ട് ഇനി എന്താ കാര്യം? അസ്മാഭിക്കും ആരാണ് ഞങ്ങള്? വനൗകോഭി, ഞങ്ങൾ വൃന്ദാവനത്തിലെ കാട്ടുജാതിക്കാരല്ലേ, വനൗകസന്മാരാണ് ഞങ്ങൾ, വനത്തിൽ കഴിയുന്നവരാണ്. ഏത് വനം? വൃന്ദാവനം. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ വൃന്ദാവനത്തിലാണ്. വനം ചെന്നാർത്ഥം കാട്. അപ്പം വാസ്തവത്തിൽ വനൗകോഭി, വനം ഓകഫാക്കിയിരിക്കുന്നവരാണ് വനൗകഹ. സ്വർഗൗകഫഹ, വനൗകഫഹ, വ്രജൗകഫഹ എന്നൊക്കെ പല വാക്കും മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ വനം ഓകം ച വീട് എന്നർത്ഥം. വനം വീടാക്കിയിരിക്കുന്നവരായ ഞങ്ങളെ കൊണ്ട് വനൗകോഭിഹി അസ്മാഭിഹി കിം അന്യാഭിഹി വാ മഹാത്മന. മറ്റുള്ളവരെ കൊണ്ട് ഈ മഹാത്മാവായ കൃഷ്ണന് ഇനി എന്ത് കാര്യം സാധിക്കാനുള്ളത്? ശ്രീപതേഹേ ആപ്തകാമസ്യ, ശ്രീപതിക്ക് കാമം സാധിച്ചു കൊടുത്തവനായ, ശ്രീപതേഹേ ആപ്തകാമസ്യ ക്രിയേത അർത്ഥകൃതാത്മന. കൃതാത്മന വശീകരിക്കപ്പെട്ടവൻ, ആത്മാവിന് ചെയ്തവൻ എന്നർത്ഥം. വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായ കൃഷ്ണനെ കൃതാത്മനഃ മഹാത്മനഃ, കൃതാത്മാവായ ആ മഹാത്മാവിനെ അസ്മാഭി വനൗകാഭി കിം ഞങ്ങളെ കൊണ്ട് എന്ത് കാര്യമാണ്? അന്യാഭിഹി വാ മറ്റുള്ളവരെ കൊണ്ടും എന്ത് കാര്യമാണ്? ക്രിയേത അർത്ഥ, അർത്ഥം ച കാര്യം, ക്രിയേത ചെയ്യപ്പെടേണ്ടത്.
കിം അർത്ഥഃ ക്രിയേത, എന്ത് കാര്യമാണ് ചെയ്യപ്പെടേണ്ടത്? ആപ്തകാമനാണ് ഭഗവാൻ, എല്ലാ കാമവും സാധിച്ചവനാണ്, ലക്ഷ്മി ദേവിയുടെ ഭർത്താവുമാണ്. ശ്രീപതേഹേ ആപ്തകാമസ്യ മഹാത്മനഃ കൃതാത്മനഃ, ശ്രീപതിയായിരിക്കുന്നവനും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനും മഹാത്മാവുമായ വശീകരിക്കപ്പെട്ടവനുമായ ആ കൃഷ്ണനെ ഈ കാട്ടുജാതിക്കാരായി ഞങ്ങളെ കൊണ്ട് എന്ത് കാര്യം സാധിക്കണം? ഇനി ഒരു കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. അതായി ഉദ്ധവൻ മിണ്ടാതിരിക്കുന്നത്. ഇത്രയൊക്കെ ഇട്ട് ഉദ്ധവരെ ചാടി വരും നാളെ വരും, ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത മാസം വരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഉദ്ധവരും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു ഗോപസ്ത്രീ പറഞ്ഞത്, ശരിയാ വരില്ല, ഉറപ്പാണ്. കാരണം ഇവിടുത്തെക്കാൾ എത്രയോ വലിയ സുഖം അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും വരാൻ സാധ്യതയില്ല, വരില്ല എന്ന് മറ്റൊരു ഗോപസ്ത്രീ വരെയാണ്. കിമസ്മാഭിർവനൗഗോഭി അന്യാഭിർവാ മഹാത്മന ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥകൃതാത്മന. കിമസ്മാഭിർവനൗഗോഭി അന്യാഭിർവാ മഹാത്മന ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥകൃതാത്മന. കിമസ്മാഭിർവനൗഗോഭി അന്യാഭിർവാ മഹാത്മന ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥകൃതാത്മന. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗളാം തജ്ജാനദീനാം ന കൃഷ്ണേ തഥാപ്യാശാദുരത്യയാം. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണി അപി ആഹ പിംഗള. സ്വൈരിണി പിംഗള അപി ആഹ, സ്വൈരിണിയായ പിംഗള പോലും പറഞ്ഞു. സ്വൈരിണി എന്ന് വെച്ചാൽ വേശ്യയായ, ഇഷ്ടം പോലെ സഞ്ചരിച്ചു പോകുന്നവൾ, സ്വൈരമായി വിഹരിച്ചു പോകുന്നവൾ, അവരെയാണ് സ്വൈരിണി എന്ന് വിളിക്കുന്നത്. വേശ്യയുടെ മറ്റൊരു വാക്കാണ്. സ്വൈരിണി പിംഗള അപിയാഹ, സ്വൈരിണിയായ പിംഗള പോലും പറഞ്ഞു നൈരാശ്യം പരം സൗഖ്യം, നൈരാശ്യമാണ് ഏറ്റവും വലിയ സുഖം എന്ന് പിംഗള പഠിപ്പിച്ചിരിക്കുന്നു. പിംഗളയുടെ കഥ നമുക്കറിയാം. കാമുകന്മാർക്ക് വേണ്ടിയിട്ട് കിടക്ക മാറ്റി മാറ്റി വിരിച്ചു കൊടുക്കുന്ന ഒരു സ്വൈരിണിയായിരുന്നു അവൾ. ഒരു ദിവസം രാത്രിയിൽ ഒരൊറ്റ കാമുകന്മാരും എത്താതായപ്പോൾ അത്രയധികം വേപതു കൊണ്ട് വിഷമിച്ച് കോപാകുലയായി ആ അർദ്ധരാത്രിയുടെ മധ്യയാമത്തിൽ അവൾ അറിയാതെ തന്റെ കിടക്കയിലേക്ക് വീണ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ചിത്രം കണ്ടിട്ട് ഒരു നിമിഷം കൊണ്ട് നൈരാശ്യം അനുഭവിച്ചു, ആശകളൊക്കെ കളഞ്ഞു. ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരുഷന്മാരെയും ചേരാൻ ആഗ്രഹിക്കാത്തവളായ ഒറ്റയാമം കൊണ്ട് നിരാശയുണ്ടായി തീർന്നു. നൈരാശ്യമാണ് ഏറ്റവും വലിയ സുഖം എന്ന് പിംഗള തിരിച്ചറിഞ്ഞു. അതുവരെ ആശയുടെ പുറകെ പാഞ്ഞു നടക്കായിരുന്നു. ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാള് ഇഷ്ടം പോലെ ധനം കിട്ടും, അതുകൊണ്ടൊക്കെ അങ്ങനെ ധൂർത്തടിച്ച് സുഖമായി ജീവിക്കാം, ഇതായിരുന്നു പിംഗളയുടെ ജീവിതം. ആ പിംഗള അവസാനം പറഞ്ഞു, ആശയല്ല നിരാശയാണ് ഏറ്റവും വലിയ സുഖം. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗള തജ്ജാനതീനാം, തത് ജാനതീനാം, അതിനെ അറിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾക്ക് കൃഷ്ണനിൽ തഥാപി, അങ്ങനെയാണെങ്കിലും ആശ ദുരത്യയ, ഉപേക്ഷിക്കാൻ പറ്റാത്ത ആശയാണ് കൃഷ്ണനോട്. ദുരത്യയ, അതിക്രമിക്കാനാവാത്ത, മറച്ചു കിടക്കാനാവാത്ത, അല്ലെ ഉപേക്ഷിക്കാനാവാത്ത ആശ, ആഗ്രഹം. പിംഗള പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിപ്പോഴും ഭഗവാനോട് ആശയുണ്ട്. നൈരാശ്യമല്ല ഞങ്ങൾക്ക് സുഖം, ഞങ്ങൾക്ക് ഭഗവാനെ തന്നെ ആശിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് സുഖം. അത്ര വലിയ ഗഹനമായ തത്വങ്ങളാണ് ഈ ഗോപസ്വങ്ങൾ പറയുക. പിംഗള പറഞ്ഞു നൈരാശ്യമാണ് ഏറ്റവും വലിയ സുഖം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിച്ചത്, ഞങ്ങൾക്ക് ആശയാണ് സുഖം. എന്താ ആശ? ഭഗവാൻ വരും എന്ന് ആശിച്ചു കൊണ്ടിരുന്നാൽ അതാണ് ഏറ്റവും വലിയ പരമായ സുഖം.
തജ്ജാനതീനാം, അതൊക്കെ ഞങ്ങൾക്കറിയാം, പിങ്കള പറഞ്ഞൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിലും കൃഷ്ണേ തഥാപി ആശാദൃത്യ, എന്നിട്ടും കൃഷ്ണനിലെ അപ്രകാരം ദുരത്യമായ ഒരാശ ഞങ്ങൾക്ക് കടന്നു. പരം സൗക്ഷ്യം ഹി നൈരാശ്യം സ്വൈരണ്യപ്യാഹ പിങ്കളാം തജ്ജാനദീനാം ന കൃഷ്ണേ തഥാപ്യാശാദുരത്യയാം. പരം സൗക്ഷ്യം ഹി നൈരാശ്യം സ്വൈരണ്യപ്യാഹ പിങ്കള തജ്ജാനദീനാം ന കൃഷ്ണേ തഥാപ്യാശാദുരത്യയാം. പരം സൗക്ഷ്യം ഹി നൈരാശ്യം സ്വൈരണ്യപ്യാഹ പിങ്കള തജ്ജാനദീനാം ന കൃഷ്ണേ തഥാപ്യാശാദുരത്യയാം. ഉത്സഹേന സന്ധിക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോപി യസ്യ ശ്രീഹി ശപദേ ക്വചിത്. കഹ ഉത്സഹേത, ആരാണ് ഉത്സഹേത, ഉത്സാഹിക്കുന്നത്? ഉത്സഹേത, ഉത്സാഹിക്കാൻ. കഹ ഉത്സഹേത, ആരാണ് ഉത്സാഹിക്കുന്നത്? സന്ത്യക്തും, ത്യജിക്കുന്നതിനെ. ഉത്തമ ശ്ലോക സംവിധം, ഉത്തമ ശ്ലോകന്റെ സംവിധ അറിവിനെ, ഉത്തമ ശ്ലോകന്റെ അറിവിനെ, ഭഗവാന്റെ അറിവിനെ, ഭഗവാനെ കുറിച്ച് അറിയുന്നതിനെ ഉത്തമ ശ്ലോക സംവിധം സന്ധിക്തും ക ഉത്സഹേതം. ഉത്തമനായി കീർത്തിക്കപ്പെടേണ്ട ഭഗവാന്റെ കഥകൾ ഉപേക്ഷിക്കാൻ ആരുത്സാഹിക്കും? ഞങ്ങൾക്കാവില്ല. ഭഗവാനെ മറന്നേക്കുവോ എന്ന് വിചാരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരുപക്ഷെ ഭഗവാനെ ഞങ്ങളെ മറക്കാൻ പറ്റിയേക്കാം, വേറെ ആൾക്കാരെ കിട്ടിയപ്പോൾ. ഞങ്ങൾക്ക് വേറെ 100 പേരെ കിട്ടിയാലും ഞങ്ങൾ ആരെ മറക്കാൻ പറ്റില്ല? ഭഗവാനെ മറക്കാൻ പറ്റില്ല. ഇതാണ് ഗോപസ്ത്രീമാരുടെ ദൃഢഭക്തി. അത് ഉദ്ധവര് നേരിട്ട് മനസ്സിലാക്കി. ഉറച്ച ഭക്തിയാണ് അവർക്ക്. ഉത്സഹേന സന്ധിക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോപി യസ്യ, ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, അനിച്ഛതഃ അപി യസ്യ, യാതൊരുവന്റെ, ശ്രീഹി അംഗാത് നച്ഛമത്തെ, യസ്യ അംഗാത്, യാതൊരുവന്റെ ശരീരത്തിൽ നിന്നും, ശ്രീഹി ലക്ഷ്മി, നച്ഛമത്തെ, വിട്ടുപോകില്ല. ഉചിത്, ഒരിക്കലും. അനിച്ഛതോപി, ആഗ്രഹിക്കാതെ ആണെങ്കിൽ പോലും ലക്ഷ്മി ഭഗവാന്റെ അംഗത്തിൽ നിന്നും ഒരു നിമിഷം പോലും വിട്ടുപിരിഞ്ഞിരിക്കില്ല. ഭഗവാന്റെ അംഗത്തോട് അംഗാസംഗ സദാ ശ്രീ, എപ്പോഴും ശ്രീ അംഗാസംഗയാണ്, വിട്ടുപിരിഞ്ഞു പോകില്ല. അങ്ങനെ അനിച്ഛതോപി യസ്യ ശ്രീഹി അംഗാ നച്ഛപതേ ക്വചിത്, ഒരിക്കലും. നോക്കൂ, ഒരിക്കൽ ഭഗവാന്റെ അംഗത്തോട് സംഗമമുണ്ടായ ലക്ഷ്മി ഇങ്ങനെ ഒരിക്കലും വിട്ടുപോകില്ല. അപ്പൊ ഭഗവാനോട് സംഘമുണ്ടായാൽ പിന്നെ വിട്ടുപിരിയാൻ പറ്റില്ല ആർക്കും. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ലോകത്തുള്ള ഏത് മനുഷ്യർക്കും അങ്ങനെയാണ്. ഭഗവാനോട് സംഘം തോന്നിയാൽ അത് പിന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത സംഘമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പിങ്കള പറഞ്ഞ പോലെ ഒക്കെ വിട്ടുപിരിഞ്ഞു പോവാൻ ഞങ്ങൾക്കാവില്ല എന്നിവർ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെയൊക്കെ പലരൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഉത്സഹേന സന്ധ്യക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോ യസ്യ ശ്രീരംഗന്നച്ഛപതേ കുജിൽ. ഉത്സഹേന സന്ധ്യക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോ യസ്യ ശ്രീരംഗന്നച്ഛപതേ കുജിൽ. ഉത്സഹേന സന്ധ്യക്തും ഉത്തമ ശ്ലോക സംവിധം അനിച്ഛതോ യസ്യ ശ്രീരംഗന്നച്ഛപതേ കുജിൽ. സൽശൈലവനോദ്ദേശാ ഗാവോ വേണുരവായിമേ സംഘർഷണ സഹായേന കൃഷ്ണേന ആചരിതാഃ പ്രഭോ. സരിത്ത് ശൈല വന ഉദ്ദേശാഹ, സരിത്തുകൾ നദികൾ, ശൈലം പർവ്വതം, വനം വനം തന്നെ, ഉദ്ദേശം സ്ഥലം എന്നർത്ഥം.
ഫരിശൈല വനോദ്ദേശാഹ ഗാവോ ഗോക്കൾ വേണുരവാഹ ഓടക്കുടലിന്റെ ശബ്ദം. ഇമേ വേണുരവാഹ ഈ ഓടക്കുഴലിന്റെ ശബ്ദങ്ങൾ സംഘർഷണ സഹായേന ബലരാമന്റെ സഹായത്തോടെ കൃഷ്ണേന ആചരിതാഹ കൃഷ്ണനാൽ ആചരിക്കപ്പെട്ടവ. ഹേ പ്രഭോ എന്ന് ഉദ്ധവനെ വിളിച്ച ഇത് എങ്ങനെ മറക്കാൻ പറ്റുന്ന ഫരിത്തുകൾ, ശൈലങ്ങൾ, വനങ്ങൾ, ഗോക്കൾ, വേണുരവങ്ങൾ, സംഘർഷണ സഹായത്തോടെ കൃഷ്ണൻ ഇവിടെ ആചരിച്ച കഥകൾ, ഇവിടുത്തെ ഓരോ നദികളും, ഇവിടുത്തെ ഓരോ ശൈലങ്ങളും, ഇവിടുത്തെ ഓരോ വനങ്ങളും ശ്രീകൃഷ്ണന്റെ കാൽപാദം കൊണ്ട്, ശ്രീകൃഷ്ണന്റെ സ്പർശനം കൊണ്ട്, ശ്രീകൃഷ്ണന്റെ ശബ്ദം കൊണ്ട്, ശ്രീകൃഷ്ണന്റെ ചരിതം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടുത്തെ ഗോക്കളൊക്കെ ശ്രീകൃഷ്ണന്റെ ഗോക്കളാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓടക്കുഴൽ വിളി ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈ കാട്ടിൽ എവിടെയോ ഈ വേണുരവം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഈ വനത്തിൽ സ്വന്തം ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ചെയ്ത ലീലകൾ ആർക്കും മറക്കാൻ പറ്റും? ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കൃഷ്ണനെ മറന്നേക്കാം, ഞങ്ങൾ മറക്കില്ല. ഹേ പ്രഭു, ഹേ പ്രഭുവായിരിക്കുന്നവനായ ഹേ ഉദ്ധവ, ഇവിടെ ഇത് ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ഭഗവാന്റെ ഈ ലീലാവിശേഷങ്ങൾ മുഴുവൻ. ഇവിടുത്തെ ഓരോ നദികൾക്കും ഭഗവാന്റെ കഥ പറയാനുണ്ട്. യമുന, അതുപോലെ ശൈലങ്ങൾ, ഗോവർദ്ധന പർവ്വതം, വനം, വൃന്ദാവനത്തിൽ കളിച്ച പല പല ലീലകൾ, അതേപോലെ ഭഗവാൻ കൊണ്ടു നടന്ന ഗോക്കൾ, ഭഗവാനെ കൊണ്ടുവരുന്ന ഗോക്കൾ, ഇടയ്ക്കിടയ്ക്കൊക്കെ വേണുഗാനം മുഴക്കി ഞങ്ങളെയൊക്കെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയ മുരളീരവം, ജ്യേഷ്ഠന്റെ സഹായത്തോടെ ഞങ്ങളുടെ കൂടെ ഈ കാട്ടിൽ വിനോദിച്ച കഥകളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ഫരിശൈലവനോദ്ദേശ ഗാവോ വേണുരവ ഇമേ സംഘർഷണ സഹായേന കൃഷ്ണേന ആചരിതാഹ പ്രഭോ. ഫരിശൈലവനോദ്ദേശ ഗാവോ വേണുരവ ഇമേ സംഘർഷണ സഹായേന കൃഷ്ണേന ആചരിതാഹ പ്രഭോ. ഫരിശൈലവനോദ്ദേശ ഗാവോ വേണുരവ ഇമേ സംഘർഷണ സഹായേന കൃഷ്ണേന ആചരിതാഹ പ്രഭോ. പുനഃ പുനഃ സ്മാരയതി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തത്പദേർ കൈർവിസ്മർത്തും നൈവ ശക്നുമാം. പുനഃ പുനഃ സ്മാരയതി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്മാരയതി ഓർമ്മിപ്പിക്കുന്നു, സ്മരതി ഓർമ്മിക്കുന്നു, സ്മാരയതി ഓർമ്മിപ്പിക്കുന്നു. പുനഃ പുനഃ സ്മാരയതി വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നന്ദഗോപസുതം ബത, നന്ദഗോപസുതനെ, നന്ദഗോപന്റെ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്ചര്യം ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കഥകളും ഞങ്ങളെ ഭഗവാനെ ഓർമ്മിക്കുകയാണ്. എങ്ങനെ മറക്കാൻ പറ്റും? ഈ കാളിന്തി കണ്ടാൽ കൃഷ്ണൻ മറക്കാൻ പറ്റുമോ? ഈ കാണുന്ന ഗോവർദ്ധന പർവ്വതം കണ്ടാൽ കൃഷ്ണൻ മറക്കാൻ പറ്റുമോ? ആരെങ്കിലും ഓടക്കുഴൽ വിളിക്കുന്ന കേട്ടാൽ അപ്പൊ കൃഷ്ണനെ ഓർമ്മിക്കില്ലേ? ഈ വൃന്ദാവനത്തിലെ ഏത് കോണിൽ കൂടി സഞ്ചരിച്ചാലും ഭഗവാന്റെ പാദസ്പർശം അവിടെ ഉണ്ടാവില്ലേ? എങ്ങനെ മറക്കാൻ പറ്റും? പുനഃപുനഃസ്മാരയതി വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീനികേതൈഹി തത്പദൈഹി, ശ്രീക്ക് നികേതനമായിരിക്കുന്ന, ലക്ഷ്മിക്ക് ഇരിപ്പിടമായിരിക്കുന്ന തത്പദൈഹി അവന്റെ പദങ്ങൾ, ചുവടുകൾ, ഭഗവാന്റെ ചുവടുകൾ ഇവിടെ ഇങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. ശ്രീനികേതൈഹി
തത് പദകേ തത്പദകൈഹി വിസ്മർത്തും നൈവ ശക്നുമഃ. അവന്റെ ചെറിയ കാലം, പതക്കം എന്ന് വെച്ചത് അല്പാർത്ഥത്തിൽ കപ്രത്യം ചേർത്തിട്ട് പദം പതകം എന്ന് പറഞ്ഞാണ്. കാ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ അർത്ഥം കിട്ടും. വൃക്ഷം വൃക്ഷകം എന്ന് വെച്ചാൽ തൈമരം എന്ന പോലെ. അവരാണ് പതക്കം എന്ന് പറഞ്ഞത്. അപ്പം ചെറിയ പാദങ്ങൾ, കുഞ്ഞു പാദങ്ങൾ. ലക്ഷ്മിക്ക് ഇരിപ്പിടമായിരിക്കുന്ന ആ ഭഗവാന്റെ ചെറിയ പാദപങ്കജങ്ങൾ ഈ കാട്ടിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് വിസ്മർത്തും നൈവ ശക്തമാണ്. വിസ്മരിക്കുന്നതിന് ഞങ്ങൾ ശക്തരല്ല. വിസ്മർത്തും വിസ്മരിക്കുന്നതിന് നൈവ നൈവ ശക്നുമഃ കഴിയുക. നൈവ ശക്നുമഃ കഴിയില്ല, ഞങ്ങൾക്കിത് മറക്കാൻ പറ്റില്ല. ഇനി കൃഷ്ണൻ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് ഈ ഗോപസ്ത്രീമാർക്ക് ആർക്കും ഈ വൃന്ദാവനത്തിലുള്ള ഒരാൾക്ക് പോലും ഭഗവാന്റെ ഒരു നാമം പോലും ഒരിക്കലും ഉച്ചരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൃഷ്ണൻ ആ പട്ടണത്തിലെത്തി രാജാവായി അവിടെയുള്ള പട്ടണ നിവാസികളായ സ്ത്രീകളോട് രമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പേരോ കഥയോ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ, പറയാറുണ്ടോ? ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പിങ്കള പറഞ്ഞത് ഞങ്ങൾക്ക് ആവില്ല. ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ കൂടെ ഇല്ലെങ്കിൽ ഈ വൃന്ദാവനത്തിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മറക്കാൻ പറ്റും? ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ ഓർമ്മിപ്പിക്കുന്ന ചരിത്രങ്ങൾ ഈ വൃന്ദാവനത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതെങ്ങനെ മറക്കാൻ പറ്റും? പുനഃസ്മാരയന്തി നന്ദഗോപസുതംബതാം ശ്രീനികേതൈഃ തത്പദകൈർ വിസ്മർത്തും നൈവ ശക്നുമാം. പുനഃസ്മാരയന്തി നന്ദഗോപസുതംബതാം ശ്രീനികേതൈഃ തത്പദകൈർ വിസ്മർത്തും നൈവ ശക്നുമാം. പുനഃസ്മാരയന്തി നന്ദഗോപസുതംബതാം ശ്രീനികേതൈഃ തത്പദകൈർ വിസ്മർത്തും നൈവ ശക്നുമാം. ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈ മാധ്വ്യാഗിരാഹൃതധിയ കഥം തദ് വിസ്മരാമഹേ. ഗത്യാ നടപ്പ്, ഗതി എങ്ങനെ? ലളിതയാ കേൾക്കുന്നില്ല. സാറേ, കണക്ഷൻ വിട്ടുപോയെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല. സാറിൻ്റെ കണക്ഷൻ നെറ്റ് പോയെന്ന് തോന്നുന്നു. സാറ് ലെഫ്റ്റായിട്ടോ? ആ, ലെഫ്റ്റായി എഴുതി കാണിച്ചു.
ഇടയ്ക്കൊന്ന് നെറ്റ് പോയതായിരുന്നു, ഇപ്പൊ വീണ്ടും ശരിയായി. അങ്ങനെ ഒന്ന് കട്ടായതാ. ആ, നമ്മുടെ സമയം ഏതാണ്ടായി വരുന്നു. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് നിർത്താം. ഗത്യാലളിതയോദാരഹാഫലീലാവലോകനി. ഉദാരഹാസം, ഔദാര്യപൂർവമുള്ള മന്ദസ്മിതം. ലീലാവലോകനം, തമാശായി ഇങ്ങനെ കളിയായി അപ്പം ഗത്യ ലളിതയ ഉദാരഹാഫലീലാവലോകനൈഹി മാധ്വിയാഗിര. മധുരമായ മാധ്വിയ, മധുരമുള്ള, തേനുള്ള, മധുവായ, ഗിര വാക്കുകൊണ്ട്, ഹൃതധിയ ബുദ്ധിയെ അപഹരിച്ചവനായ, ഹൃതധിയ ധിയെ അപഹരിച്ചവനായ. കഥം തം വിസ്മരാമഹേ, തം കഥം വിസ്മരാമഹേ, അവന് ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ലളിതമായ ഗതി, വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും തമാശയായിട്ട് കാലുകൾ വെച്ച് നടക്കുന്ന നടപ്പ്, ഉദാരമായ ഒരു പുഞ്ചിരി. ഒന്ന് പുഞ്ചിരിക്കാൻ യാതൊരു ചെലവുമില്ലാത്തതുപോലെ വിശാലമായ ഏതു സമയത്തും പുഞ്ചിരി മാത്രമേ. അതുപോലെ ലീലാവലോകനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശയെ കളിയായി ഞങ്ങളെ നോക്കി ചിരിപ്പിച്ചുകൊണ്ടേ മനോഹരമായ വാക്കുകൾ പറയും. ഇങ്ങനെയുള്ള ആ കൃഷ്ണൻ ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹൃതധിയ, ഞങ്ങളുടെ ബുദ്ധിയെ പോലും അപഹരിച്ചു. കഥന്തം വിസ്മരാമഹേ, എങ്ങനെ ഞങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കാനേ ആവില്ല. ഭഗവാൻ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് ഭഗവാനെ മറക്കാനാവില്ല. ഇത് ഭക്തിയുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഒരു ഭാവത്തിലെത്തി ഈ ഗോപശ്രീ. ഇങ്ങോട്ട് ഭഗവാൻ എന്ത് ചെയ്യും നോക്കിയല്ല അങ്ങോട്ട് ഭജിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്. കാര്യം സാധിച്ചെന്നാൽ മാത്രമേ നമുക്ക് ഭജിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ തൽക്കാലം ആവശ്യമില്ല. പക്ഷേ ഈ ഗോപസ്ത്രീമാരങ്ങനെയല്ല. ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഭഗവാൻ. ഇത്രയും ഒക്കെ കൂടെ നിന്നിട്ടും അവർ പറയാണ് ഞങ്ങൾക്ക് ഭഗവാനെ മറക്കാൻ പറ്റില്ല. ഇതാണ് ഗോപശ്രീമാരുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഭക്തി ഉദ്ധവരെ നേരിട്ട് കണ്ടത്. ഗത്യാലളിതയോദാര ഹാഫലീലാവലോകനേ മാധ്യാഗിരാഹതധിയ കഥം തം വിസ്മരാമഹേ. ഗത്യാലളിതയോദാരഹാഫ ലീലാവലോകനൈ മാധ്യാഗിരാഹതധിയ കഥം തം വിസ്മരാമഹേ. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്തിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനർണവാത്. ഹേ നാഥ, സംബോധനയാണ്. ഞങ്ങളെ രക്ഷിക്കുന്നവനെ. ഹേ രമാനാഥ, രമയുടെ നാഥനായിരിക്കുന്നവനെ. വ്രജന അഥ ആർത്തിനാശന, വ്രജനങ്ങളാകുന്ന ആർത്തികളെ നശിപ്പിക്കുന്നവനെ. വ്രജന ആർത്തി നാശന, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനായ ഹേ വ്രജനാഥ. വ്രജനാഥ ആർത്തിനാശന, മഗ്നം ഉദ്ധര ഗോവിന്ദ. ഹേ ഗോവിന്ദ, മുങ്ങിക്കിടക്കുന്ന ഞങ്ങളെ ഉയർത്തു. ഗോകുലം, ഞങ്ങളേല ഗോകുലത്തെ. വൃജിന അർണവാദ്, ദുഃഖസമുദ്രത്തിൽ നിന്നും. വൃജിനം ദുഃഖം, വൃജിന അർണവം ദുഃഖസമുദ്രം. ദുഃഖസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഞങ്ങളെ അതിൽ നിന്നും ഉദ്ധരിച്ചാൽ. ഈ ഗോകുലം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങിക്കിടക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദുഃഖത്തെ ഒന്ന് മാറ്റി ഞങ്ങളെ ഈ സുഖാവസ്ഥയിലേക്ക് ഒന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ മറുപടി. അവരോട് സന്ദേശത്തിന് മറുപടി പറഞ്ഞു. കൃഷ്ണൻ ഇങ്ങോട്ട് കൊടുത്തയച്ച സന്ദേശത്തിന് മറുപടി പറയണ്ടേ? തിരിച്ചു ചെല്ലുമ്പോ എന്തു പറഞ്ഞു ആ ഗോപസ്ത്രീമാരെന്ന് ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവര് പറഞ്ഞത് മുഴുവൻ ഉദ്ധവർക്ക് ശരിക്കും വേദാന്ത വാക്യം പോലെ ഉള്ളിൽ തറച്ചു കൊണ്ടിരിക്കുകയാണ്.
അതേപോലെയാണ് ഈ ഗോപസ്തമാരുടെ സംഭാഷണം. അതുകൊണ്ട് അവസാനം പറഞ്ഞു ഉപസംഹരിച്ചത്, രമാനാഥനായ ഹേ നാഥ, നാഥനായ അങ്ങ്, ആർത്തിനാശനായ അങ്ങ്, ദുഃഖസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ഗോകുല നിവാസികളെ അതിൽ നിന്നൊന്ന് ഉയർത്തിയെടുക്കൂ. അങ്ങേ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങയുടെ സാമീപ്യം എന്ന് അനുഭവിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഒന്നിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റൂ എന്ന് അറിയിച്ചു. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ അർത്തിനാശനം, മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനർണവാത്. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ അർത്തിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനർണവാത്. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ അർത്തിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനർണവാത്. നമ്മുടെ സമയവുമായി ഗോപസ്ത്രീമാരുടെ മറുപടിയും സമാപിച്ചു. ഇനി ശിശുകൻ ഇടയ്ക്ക് കിടന്ന് ആ കഥ പൂർത്തിയാക്കുകയാണ്. അപ്പോഴ് ആ അധ്യായം അങ്ങനെയാണ് പൂർണ്ണമാകുന്നത്. നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം. ഇന്ന് നമ്മുടെ സമയം അടുക്കുന്ന വെച്ചാൽ നമുക്കിവിടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം.